സത്യത്തിൽ ഈ മടവൂർ കാഫിലക്കാരൻ ഇരയാക്കപ്പെട്ടതാണ്. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഈ പകര മുസ്ലിയാരെ നിങ്ങൾക്കറിയില്ലേ, ഈ പകര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രസവം വീട്ടിൽ വെച്ച് നടത്തിയാൽ മതി, ഡോക്ടറെ കാണിക്കണ്ട. ഒരു ചെറിയ അസുഖമായി ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേര് എന്നിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഏത് ഹോസ്പിറ്റലാണ് പറ്റുന്നത്? ആനന്റെ പ്രസവത്തിന് എത്ര അടങ്ങുന്ന പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2, 3, 4. നായ 3-ാം മാസം പെറുന്നു, ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഞങ്ങളതിനിട്ടില്ല. ജഫറൂലിയത് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. ഇനി മറ്റൊരു മുസ്ലിയാരുണ്ട്, കൂട്ടമ്പാറ മുസ്ലിയാര്. അദ്ദേഹം പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ട് നോക്കൂ. ഖാസിം വലിയുല്ലാഹി തങ്ങളെ മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവം നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട്? ഇന്നും നിലനിൽക്കുന്നു. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികൾ 3 പെൺകുട്ടികൾ. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കരുത്. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകൾക്കുള്ള സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ടാ പറഞ്ഞു, അതെ മോൾക്ക് ഗർഭമാണ്, ഇവരെ ചെയ്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൊണ്ട് കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോൾ ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാണെന്ന് വെച്ചാൽ ഓലൊക്കെ കൈകൊട്ടുകാരൻ മെഡിക്കൽ കോളേജിൽ പിന്നെ പോലെ. അപ്പോ ഈ മടവൂർ കാഫിലക്കാരനെ മാത്രം കുറ്റം പറഞ്ഞ പോരാ, ഇവരുടെയൊക്കെ പ്രസംഗങ്ങളാണ് ഇതിനുള്ള പ്രേരണ. ഇങ്ങനെ ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട്. വേറൊരു മുസ്ലിയാരുണ്ട്, മുനീർ ഭാക്കവി. അയാൾ പ്രസംഗിക്കുന്നത് കേട്ട് നോക്കൂ. പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് വെട്ടിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പയാണ് എപ്പി ഉസ്താദ് അവിടെ ചാരിയത്ത് വരുന്നത്. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം, എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. എപി ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട, നല്ല 3 വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ. ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് 2ാമത്തതും കൊടുക്കണം, 3ാമത്തതും കൊടുത്താൽ ഈ 4 മണിക്കൂറിന്റെ ഉള്ളിൽ പ്രസവിക്കുന്നതാ. ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അപ്പോ പകരയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിയാർ തുടങ്ങുന്നത്. ഈ സിറാജുദ്ദീൻ ലത്തീഫി അഥവാ മടവൂർ കാഫിലക്കാരൻ മാത്രമല്ല ഇതിൽ പ്രതി. ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ നിന്നുള്ള പ്രേരണ കൊണ്ടാണ് ഇത്തരം ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്.